കാലം മധ്യാഹ്നത്തിൽ നിന്നും സായാഹ്നത്തിലേക്ക് വഴുതിക്കൊണ്ടിരിക്കുന്നു. അയാൾ ചാരുകസേരയിൽ അർദ്ധമയക്കത്തിലാണ്ട് SP ബാലസുബ്രഹ്മണ്യത്തിന്റെ പാട്ടുകൾ മൊബൈലിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതൊരു സുവർണ സായാഹ്ന സമയം. അയാൾക്ക് ആദ്യ വരിയുടെ അർത്ഥം മനസ്സിലായി. എന്നാൽ പിന്നീട് വന്ന ഈ വരികളുടെ അർത്ഥം മനസ്സിലായില്ല. ഒരു ഗാനം ആസ്വദിക്കാൻ എന്തിനാണ് അർത്ഥം മനസ്സിലാവുന്നത്? അർത്ഥം മനസ്സിലാക്കിയാണ് ഗാനം ആസ്വദിക്കുന്നെങ്കിൽ തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് ഗാനങ്ങൾ പലതും ആസ്വദിക്കാൻ കഴിയുകയില്ല. എന്തിന് ചില മലയാള ഗാനങ്ങൾ പോലും രുചിക്കാൻ ആവുമോ? അയാളുടെ മൊബൈലിലേക്ക് ഒരു വാട്സപ്പ് സന്ദേശം പൊട്ടി വീണു. അയാളത് തുറന്നു നോക്കി. റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു വീഡിയോ ക്ലിപ്പാണത്. ഒരു തമിഴ്ത്തിയുടെ ഫോട്ടോ. തുടർന്ന് ആ തമിഴ്ത്തി ഏതോ ഒരു വീട്ടിൽ നിന്നും ഇലക്ട്രിക് വയറുകൾ എടുത്ത് ചാക്കിലാക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ CCTVയിൽ നിന്നുള്ളതാണ്. അത് കണ്ടപ്പോൾ അയാൾക്ക് വീട്ടിൽ പതിവായി വരാറുള്ള തമിഴത്തിയെ ഓർമ്മ വന്നു. വീട്ടിലെ പഴയ പേപ്പറുകൾ, കലിക്കുപ്പികൾ, മറ്റ് പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്ന തമിഴത്തി, കാക്കയുടെ ജോലി ചെയ്യുന്ന മനുഷ്യ സ്ത്രീ. ആ തമിഴത്തിയെ കണ്ടിട്ട് കുറച്ചു കാലമായി. സാധാരണ വരാറുള്ളതിൽ നിന്നും വൈകിയിരിക്കുന്നു. 2-3 മാസം കൂടുമ്പോൾ വരാറുള്ളതാണ്. ഇതിനു മുമ്പും 2 തവണ വൈകി വന്നിട്ടുണ്ട് എന്നയാൾ ഓർത്തു. എന്തേ വരാൻ വൈകിയത് എന്ന് ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടി പതറിയതായിരുന്നു. എൻ്റെ ഏട്ടൻ മരിച്ചുപോയി സാറേ. അയാൾ എന്താണ് പറയേണ്ടത് എന്നറിയാതെ വിഷമിച്ചു. എങ്കിലും ചോദിച്ചു, എന്തുപറ്റി? പ്രത്യേകിച്ച് ഒരു സുഖക്കേടുമില്ലായിരുന്നു. രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നതാണ്. പതിവ് പോലെ മൊബൈലിൽ പാട്ടും കേട്ടുകൊണ്ട്. പിന്നെ ഉണർന്നില്ല. അത്രയും പറഞ്ഞു തീർന്നപ്പോൾ തമിഴത്തിയുടെ കണ്ണുകളിൽ നിന്നും ഏതാനും കണ്ണുനീർ തുള്ളികൾ അടർന്നു വീണു. അയാൾ വളരെ കുറച്ചേ തമിഴത്തിയുടെ ഏട്ടനെ കണ്ടിട്ടുള്ളൂ. വർഷങ്ങളായി വീട്ടിൽ നടന്നു വരാറുള്ള തമിഴത്തി ഒരു ദിവസം വന്നത് ഒരു കൂടെ ഓട്ടോറിക്ഷയിലാണ്. കൂടെ ഒരു മധ്യവയസ്കനും ഉണ്ടായിരുന്നു. തമിഴത്തി പരിചയപ്പെടുത്തി, സാറേ ഇതാണ് എൻ്റെ ഏട്ടൻ. ഏട്ടൻ നെടുങ്ങനെയുള്ള ഒരാൾ ഒന്ന് ചിരിച്ചതേയുള്ളൂ, ഒന്നും മിണ്ടിയില്ല. ആ ഏട്ടൻ ഒരു മലയാളിയാണെന്ന് അയാൾ മുമ്പേ കേട്ടിരുന്നു. തമിഴത്തി വീട്ടിൽ വരാൻ തുടങ്ങിയ കാലത്ത് തന്നെ ഏട്ടൻ്റെ മദ്യപാന സംഘത്തിലെ ഒരംഗത്തിൻ്റെ മകൻ പറഞ്ഞറിഞ്ഞതാണ്. തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ നിന്നും കേരളത്തിലെത്തിയ തമിഴത്തി എങ്ങനെ ഒരു മലയാളിയെ കല്യാണം കഴിച്ചു എന്ന് അയാൾക്കറിയില്ല. പക്ഷേ ആ വാർത്ത അയാളിൽ കൗതുകമുളവാക്കി. ആ കൗതുകം വർദ്ധിച്ചത് ഏട്ടൻ പ്രത്യേകിച്ചൊരു പണിയും ചെയ്യുന്നില്ല. തമിഴത്തി വീടാന്തരം, തെരുവാന്തരം നടന്ന് പാഴ്വസ്തുക്കൾ ശേഖരിക്കുമ്പോൾ സംഘം ചേർന്നും തനിച്ചും മദ്യപാന സദസ്സുകൾ നടത്തുകയും ഷീട്ട് കളിക്കുകയുമാണ് എന്നുകൂടി അറിഞ്ഞപ്പോഴാണ്. അവരുടെ 2 ആൺമക്കൾ ഏതാണ്ട് യൗവനം പൂകാറായപ്പോഴാണ് ഏട്ടന് മാനസാന്തരം സംഭവിച്ച് ഒരു കൂടോട്ടോറിക്ഷ വാങ്ങി തമിഴത്തിയുടെ കാൽനടയാതന ഒഴിവാക്കി അവർ 2 പേരും കൂടി സഞ്ചരിക്കാൻ തുടങ്ങിയത്. അത് കണ്ടപ്പോൾ അയാൾ വിചാരിച്ചു, കൊള്ളാം, ഇനി മക്കളും കൂടെ സഹായിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം രക്ഷപ്പെടും. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. ഓർക്കാപ്പുറത്ത് ഏട്ടൻ യാത്രയായി. യുവാക്കളായ മക്കൾ പിന്തുടരുന്നത് അച്ഛൻ്റെ പഴയ പാതയാണെന്ന് അയാൾ അറിഞ്ഞു. തൻ്റെ കഷ്ടപ്പാടിൻ്റെ ജീവിതം വീണ്ടും തുടരാനായിരുന്നു ആ അമ്മയുടെ വിധി. അതിന് ആ മക്കൾ തങ്ങൾക്ക് ആവും വിധം സംഭാവന ചെയ്യുന്നുണ്ട് എന്നും അയാൾ അനുമാനിച്ചു. അമ്മയെ കൂടുതൽ കഷ്ടപ്പെടുത്താനാണ് അവർ മുതിർന്നത്. ഒരുവനൊരു വിവാഹം കഴിച്ചു. അധികം താമസിയാതെ ഭാര്യയെ ഒഴിവാക്കി. തമിഴത്തി വീണ്ടും നടന്നു വരാൻ തുടങ്ങി. ഓട്ടോറിക്ഷ എവിടെ എന്ന ചോദ്യത്തിന് അത് കേടാണ് എന്ന മറുപടിയാണ് ലഭിച്ചത്. മക്കൾ എന്തു ചെയ്യുന്നു എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കിട്ടിയില്ല. പൊതുവെ ഹ്രസ്വഭാഷിണിയായ തമിഴത്തി ഭർത്താവിനെ പറ്റിയോ മക്കളെ പറ്റിയോ കുറ്റപ്പെടുത്തി സംസാരിക്കാറില്ല. ഇതുവരെ സംസാരിച്ച് കേട്ടിട്ടില്ല.
വീണ്ടും ഒരു തവണ സാധാരണയിൽ കൂടുതൽ വൈകി വന്ന ഒരവസരത്തിൽ കാരണം പറഞ്ഞത് നാട്ടിൽ പോയിരുന്നു കുറച്ചു സ്ഥലം വിൽക്കാനെന്നാണ്. വിൽക്കുന്നത് സ്വന്തം അനിയത്തിക്ക് തന്നെ എന്നും കൂട്ടിച്ചേർത്തു. എന്തിനാണ് വിൽക്കുന്നത്? ഒരു മകൻ കച്ചവടം ചെയ്ത് കുറച്ചു കടം വരുത്തി വെച്ചിരിക്കുന്നു, അത് വീട്ടാനാണ്. ഒരിക്കൽ അയാൾ നിരത്തിലൂടെ നടന്നു പോകുമ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ തമിഴത്തിയും ഒരു ചെറുപ്പക്കാരനും നിൽക്കുന്നത് കണ്ടു. ആ ചെറുപ്പക്കാരൻ മകനാണോ? അവർ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? അന്വേഷിക്കണോ? അയാൾ നിരത്തിൽ സംശയിച്ചു നിന്നു. അപ്പോഴാണ് മഴ പെയ്യാൻ ഉള്ള സാധ്യത കണ്ടത്. കുട എടുത്തിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നു. അയാൾ തിരക്കിട്ട് നടന്നു. മറ്റൊരിക്കൽ പഴനിമല അടിവാരത്തിൽ വെച്ച് അയാൾ തമിഴത്തിയെ കണ്ടു. തമിഴത്തിയുടെ തലയിലോ കയ്യിലോ ഭാരങ്ങളില്ല. വിളിക്കണോ സംസാരിക്കണോ? അയാൾ സന്ദേഹിച്ചു നിന്നപ്പോൾ തമിഴത്തി തിരക്കിൽ ലയിച്ചു ചേർന്നു. വീണ്ടും തമിഴത്തി വരാൻ വൈകിയിരിക്കുന്നു. 4 മാസം കഴിഞ്ഞു വന്നിട്ട് എന്ത് സംഭവിച്ചിരിക്കും? അന്വേഷിക്കാൻ തമിഴത്തിയുടെ വീട് അയാൾക്കറിയില്ല, മൊബൈൽ നമ്പർ അറിയില്ല, എന്തിന് തമിഴത്തിയുടെ പേര് പോലും അയാൾക്കറിയില്ല. പഴയ പത്രക്കടലാസുകളുടെ കെട്ടിന്റെ വലിപ്പം വർദ്ധിച്ചു വരുന്നു. കാലി പ്ലാസ്റ്റിക് കുപ്പികളുടെ എണ്ണം പെരുകി വരുന്നു. ഏതായാലും ഈ മാസം അവസാനം വരെ കാത്തു നിൽക്കാം. എന്നിട്ടും തമിഴത്തി വന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും കണ്ടുപിടിക്കാം അവ ഒഴിവാക്കാനായി. അയാൾ വീണ്ടും എസ്പിയുടെ ഗാനങ്ങളിലേക്ക് തിരിച്ചുപോയി. വാസമില്ല മലരിത്